welcome back to our channel, the 1989. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ വിഷസ്. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ, എല്ലാവിധ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, അതോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ന്യൂ ഇയറിൽ ഈ 2021 നമ്മുടെ ഫസ്റ്റ് ഡിഷ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്, ബീഫ് വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇന്ന് ന്യൂ ഇയറിന് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഡിഷ് ഏതാണെന്ന് അറിയണ്ടേ? ബീഫ് ബോൾ കറി ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഡിഷ്. ഇത് അമ്മയുടെ ട്രഡീഷണൽ ഡിഷാണ്. അമ്മ തൃശ്ശൂരിൽ നിന്ന്, അമ്മയുടെ തറവാട്ടിൽ നിന്ന് പഠിച്ച് എന്താ പറയുക, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു ഡിഷാണ്. നല്ല അടിപൊളിയുടെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ബീഫ് ബോൾ കറി. വളരെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം മറക്കാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ബീഫ് ഒരു 200 ഗ്രാം നല്ലപോലെ മിക്സിയിൽ അരച്ചത്. അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരൊറ്റ പച്ചമുളക്, ഇതേം കൂടി ചതച്ചിട്ട് ഇത് ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം അല്ലേ അമ്മേ? ഈ കറിയുടെ പേര് ബീഫ് ബോൾ കറി. മിക്സ് ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ബോളാക്കി ഉരുട്ടുമോ? ബീഫ് എടുക്കുമ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നെയ്യുള്ളത് എടുക്കാൻ പാടില്ല അല്ലേ? നെയ്യ് പാടില്ല, നെയ്യ് ചവ് ഒട്ടും പാടില്ല. അരച്ച് എടുക്കുമ്പോൾ നല്ലപോലെ അരയണ്ടേ? നല്ലപോലെ അരയണം. മിക്സ് ചെയ്താൽ പോരാ അല്ലേ? എന്നാലും അത് പെട്ടെന്ന് വേവുള്ളൂ. അപ്പൊ ഇത് ആ കറിയിലിട്ടല്ല, അത് കുക്കറിലൊന്നും ഇട്ട് നമ്മൾ വേവിക്കുന്നില്ല. പാല് 3-ാം പാലിൽ കിടന്ന് വേവണം. ഓക്കെ ഓക്കെ. 3-ാം പാല് നല്ലപോലെ വെച്ച് തിളയ്ക്കുമ്പോൾ ഇടണം. ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണോ കുറെ നേരം? 5 മിനിറ്റ് നമ്മൾ ഗ്രേവി മൂക്കുന്ന വരെ ഇട്ട് വെച്ചാൽ മതി. അധികം നേരം വെക്കണ്ടല്ലോ? അധികം നേരം വെച്ചാൽ അതിന്റെ വെള്ളം ഇറങ്ങിപ്പോവും. ഓക്കെ. അപ്പം നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റുമോ അമ്മേ? ഓക്കെ, വെളിച്ചെണ്ണയാണ് അപ്പം നല്ലത്. വെളിച്ചെണ്ണ ഇല്ലാത്തവർ ഓയിൽ ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് വഴറ്റി എടുക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മൾ 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പോലെ നമ്മൾ വഴറ്റിയെടുക്കണം ഇതിൻ്റെ അകത്തോട്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മീഡിയം സൈസ് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചോപ്പ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു അബദ്ധം വെച്ചു. ഞങ്ങൾക്കല്ല പറ്റിയത്, ഭയങ്കര ഇടി മഴയായതുകൊണ്ട് കറണ്ട് പോയി. അപ്പം ഈ ഒരു വെട്ടത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നല്ലപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പം അമ്മ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നാടൻ കറിയാണോ അമ്മേ? പണ്ട് തൊട്ടേ ഉള്ളതാണോ? ഏത് ഭാഗത്തേക്കുള്ള കറിയത്? ഇത് വടക്ക് തൃശ്ശൂർ സൈഡ്. ഇത് മാളയിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട കറിയായത്. ഓക്കെ. അപ്പോൾ തൃശ്ശൂർകാർക്കൊക്കെ ഈ കറി അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഞങ്ങൾ വെക്കുന്ന സ്റ്റൈലാണ്. അപ്പം ഇനി ഇതിൻ്റെ അകത്തോട്ട് നല്ലപോലെ വഴറ്റി വരുമ്പോൾ നമ്മൾ 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി മതി. പുളിയുള്ളതൊക്കെ ആണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. പുളി ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ 2 തക്കാളിയൊക്കെ എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞത്. കൂടുതലുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണമൊക്കെ കൂട്ടണം. ഇറച്ചി ഇതിപ്പോൾ നമ്മൾ ഒരു 300-400 ഗ്രാം ബീഫല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, 2 മീഡിയം സൈസ് ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് 2 എണ്ണം, പിന്നെ ഒരു പിടി കരിവേപ്പില, 2 മീഡിയം സൈസ് തക്കാളി. ഇത്രയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ അരിഞ്ഞിടുന്നത്.
അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇടുകയാണ്. ഇതുപോലെ എണ്ണ തെളിയുന്ന വരെ നല്ലപോലെ വഴറ്റണം, ഇല്ലെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇനി പൊടികളെല്ലാം ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ടീസ്പൂണിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു ഫുൾ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. അത് 2 ടീസ്പൂൺ ആയാലും മസാല കുറച്ച് മുന്നോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ്, അത് 1 ടീസ്പൂൺ. അതേപോലെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാതെ മുളക് പൊടി മാത്രം ചേർക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിട്ട് നല്ലപോലെ വഴറ്റണം. ആ സമയം ആയപ്പോഴേക്കും ഞാനിവിടെ ബീഫ് നേരത്തെ ചതച്ച് വെച്ചതെല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 24-25 ബോൾസ് ഉണ്ട്. അപ്പം ഇതേപോലെ ഒരു മീഡിയം സൈസിൽ നമ്മൾ ഗുലാബ് ജാമിനൊക്കെ ഉരുട്ടുന്ന പോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇത് ഉരുട്ടിയെടുക്കണം. ഇത് നമ്മളിനി ഏതിലാണ് ഇട്ട് വേവിക്കുക? 3-ാം പാലിൽ. ഓക്കെ, അപ്പം 3 പാലെടുക്കണം അല്ലേ? അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നവരാണെങ്കിൽ, അതായത് തേങ്ങ അരച്ച് പാലെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ 3 പാലെടുക്കണം. ആദ്യം 3-ാം പാലിൽ ഒഴിച്ച് വേണം ഈ ബീഫ് ബോൾസ് വേവിക്കാൻ. എന്നിട്ട് 2-ാം പാല്, പിന്നെ 1-ാം പാല്. അതേസമയം കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ ഒരു 1/2 ഗ്ലാസ് പാല് നല്ല കട്ടിയിൽ കുറുക്കി കലക്കി വെക്കുക ചൂടുവെള്ളത്തിൽ. പിന്നെ കുറച്ച് ലൂസായിട്ട് നല്ലപോലെ ഇത് വേവാൻ മാത്രം വെള്ളത്തിൽ കലക്കി വെക്കുക. അങ്ങനെ 2 മിൽക്ക് മിക്സ് ചെയ്താക്കി വെച്ചാൽ മതി. എന്നിട്ട് ആ 2-ാം പാൽ എടുത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ വേവിക്കുക. ഇതിപ്പോൾ ഞങ്ങൾ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 3-ാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. ഇതിപ്പോൾ 3-ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നല്ലപോലെ 3-ാം പാല് നല്ലപോലെ തിളച്ചു. ഇനി നമ്മൾ ബോൾസ് മെല്ലെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോരോ ബോളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇളക്കരുത്. ഒരു 5 മിനിറ്റോളം, നമ്മൾ 10 മിനിറ്റോളം ഇത് ഇളക്കാതെ മൂടി വെച്ച് വേവിക്കണം. എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഈ ബോൾ നമ്മൾ ഉരുട്ടി വെച്ചതെല്ലാം വിട്ടുപോകും. അപ്പം അതുകൊണ്ട് 15 മിനിറ്റ് വേവിക്കും. 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ്. അപ്പം ഈ 3-ാം പാലിൽ കിടന്ന് ഈ ബീഫ് മുഴുവനും വേവണം. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇത് കുക്കറിൽ അടിക്കാത്തതുകൊണ്ട് ബീഫ് വേവുമെന്ന്. നമ്മൾ അതുകൊണ്ട് അരച്ചെടുത്തത്, ബീഫ് അരച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ നല്ലപോലെ വെന്ത് കിട്ടും. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇത് ഇട്ടിട്ട് നിങ്ങൾ ഇളക്കരുത്. നമ്മൾ മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇളക്കാതെ പൊടിഞ്ഞു പോകില്ലേ, അതേപോലെ ഇളക്കാതെ ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളൊരു 10 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോഴേക്കും കണ്ടോ ആ ബോൾസ് ഒന്നും ഇനി പൊട്ടില്ല, നല്ല ഒന്ന് സ്റ്റിഫായി. അപ്പം നമുക്കിതൊന്ന് ഇളക്കിയിടാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞു, 20 മിനിറ്റ് ആവാറായി. ഇനി ഇത് ഒരു ബോൾ എടുത്ത് കാണിച്ചമ്മ. ഇനി പൊട്ടുമോ ഇത്? ആ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ബോൾ കിടപ്പുണ്ട്. ഇനി ഇത് പൊട്ടില്ല അല്ലേ? അപ്പം നല്ല പോലെ ബീഫിൻ്റെ ഫ്ലേവർ ഇറങ്ങും, കാരണം ബീഫിൻ്റെ അകത്തുനിന്നും വെള്ളം ഇറങ്ങും നല്ല പോലെ. അപ്പം 3-ാം പാലിൽ നിന്ന് എടുക്കുക കഴിഞ്ഞാൽ നല്ല ഗ്രേവി, നല്ല തിക്ക് ഗ്രേവിയിലൊക്കെ നല്ല റിച്ച് ആയിട്ട് ഈ കറി കിട്ടണമെങ്കിൽ ഇതേപോലെ 3-ാം പാലൊക്കെ എടുത്ത് 2-ാം പാലും 3-ാം പാലും ഒക്കെ എടുത്ത് വേണം ഇത് ഉണ്ടാക്കാൻ. ഇനി പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 2-ാം പാല് മാത്രം ഇട്ടിട്ട് 2-ാം പാലിനകത്തോട്ട് ഈ ബീഫ് ബോൾസ് ഇട്ട് വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വന്ന് വറ്റി വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ച് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഇതിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് അരച്ച് ചേർക്കാം അല്ലേ? അങ്ങനെ കുറുക്കാനായിട്ട് കറി ഒന്ന് കുറച്ചും കൂടി റിച്ച്നെസ് വരുത്താനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇതാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് ബോൾ കറി. അപ്പം നമ്മളിത് കാണിച്ചു തരാം, ബീഫ് വെന്തോ എന്നുള്ളത് കാണിച്ചു തരാമേ. അപ്പം അമ്മ ഒരു ബോൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേവും. അപ്പം നമുക്കിപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാലും ഒരു 2-3 മിനിറ്റ് ഇനി 2-ാം പാലിലും കൂടിയിട്ട് വേവിക്കുമ്പോൾ നല്ല പോലെ വേവും. ഇത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തുടച്ചതാണ്. പക്ഷേ ബോൾസ് എല്ലാം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്, ഒരു ബോൾ പോലും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. നമ്മളിതിപ്പോൾ ഒരു 1/2 കപ്പോളം 2-ാം പാൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലകത്ത് കിടന്നിട്ട്
ഒന്നും കൂടി ഇതൊന്ന് വേവണം. അപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ബീഫ് നല്ല പോലെ വേവും. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നു. ഒന്ന് ആവി കയറുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ബോൾ കറി. വളരെ എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബീഫ് ബോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ നല്ല അടിപൊളിയായിട്ട് കണ്ട ഒരു ബോൾ പോലും പൊട്ടിയിട്ടില്ല. എല്ലാ ബോളും അതുപോലെ തന്നെയുണ്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ന്യൂ ഇയറിന് ഇതായിരിക്കണം എല്ലാവരുടെ വീട്ടിലെ ഒരു നേരത്തെ ഡിഷായിട്ട് നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനിയും അടിപൊളി ഡിഷസ് ആയിട്ട് ഈ 2021 കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അമ്മ ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. അമ്മയുടെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെയും അടിപൊളി ഡിഷസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.